ഈരമാ വെച്ചിട്ടാ ഈ ഹണി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണും. കണ്ടോ? സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. 1 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ കയ്യിൽ നമ്മൾ മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഹണി സെപ്പറേറ്റ് ആയിട്ട് താഴെ പോവും. കണ്ടോ? ഓക്കേ. ജെല്ല് പോലെ തന്നെ അകത്ത് കിടക്കും. ഇതാണ് ഒറിജിനൽ തേൻ. ഇതാണ് ഒറിജിനൽ. ഇത് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് കളക്കുമ്പോൾ മൊത്തം അങ്ങനെ മാറി കളർ വാട്ടർ കളർ ചേഞ്ച് ആയിട്ടില്ല. ചേഞ്ച് ആയാലേ നമ്മൾ ഏതെങ്കിലും മിക്സിംഗ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്നും കളറോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കും. ഓഹോ. ഇതാണ് ഒറിജിനൽ തേൻ. ഓക്കെ. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, കട്ട പിടിക്കും. നിങ്ങൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ സ്റ്റീലിന്റെ സ്പൂൺ യൂസ് ചെയ്യണ്ട, അത് കേടാകില്ല. പക്ഷെ സ്റ്റീലിന്റെ കെമിക്കൽ റിയാക്ഷൻ തേനിന്റെ 1-2 ഗുണങ്ങൾ മൊത്തം എടുക്കും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്തോ ഡ്രൈ ആക്കിയിട്ട് നനവില്ലാതെ യൂസ് ചെയ്യും. പിന്നെ എപ്പോഴും ടൈറ്റ് ആയിട്ട് എയർ പോകാതെ അടച്ചു വെച്ചാൽ മതി. സപ്പോസ് നിങ്ങൾക്ക് കട്ട പിടിക്കുന്ന പോലെ തോന്നിയാൽ വേറെ ഒന്നും ചെയ്യേണ്ട, നല്ല വെയിൽ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. പ്യൂർ കോക്കനട്ട് ഓയിലും പ്യൂർ ഹണിയും അത് തന്നെ മെൽറ്റ് ആയിക്കൊള്ളും. ആഡ് ഏതെങ്കിലും ചെയ്തിരുന്നാൽ മാത്രം കട്ട പിടിച്ചത് പോകില്ല. പക്ഷെ കട്ട പിടിക്കുന്നതാ ഒറിജിനൽ ഹണി. നിങ്ങൾ നോർമൽ വെയിലിൽ വെച്ചാലേ മതി. അത് അങ്ങനെ തന്നെ കോക്കനട്ട് ഓയിൽ വെയിലിൽ വെച്ചാൽ അങ്ങനെ മെൽറ്റ് ആകും, അതുപോലെ ഹണിയും മെൽറ്റ് ആയിക്കൊള്ളും. അങ്ങനെ വട്ടവട സ്ട്രോബെറി ഫാമിൽ നിന്ന് നല്ല ഒറിജിനൽ തേനും വാങ്ങിച്ചുകൊണ്ട് 1/2 ലിറ്റർ അങ്ങ് വാങ്ങിച്ചു. നിങ്ങളും ഇവിടെ വരുവാണെങ്കിൽ, സ്ട്രോബെറി ഫാമിൽ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തേനും വൈനും എല്ലാം കിട്ടും. നിങ്ങൾ വാങ്ങുക.